ഏറ്റവും കളക്ഷൻ നേടിയ മോഹൻലാൽ സിനിമകളിൽ 10ാം സ്ഥാനത്തുള്ളത് മരക്കാർ അറബിക്കടലിന്റെ സിംഹമാണ്. പ്രിയദർശൻ മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്ത ഈ ബ്രഹ്മാണ്ഡ ചിത്രം 2021 തിയേറ്ററിലെത്തിയത്. കോവിഡ് കാലത്ത് തിയേറ്ററിൽ എത്തിയതുകൊണ്ട് തന്നെ 50% ഒക്യുപ്പൻസിയിലായിരുന്നു തിയേറ്ററിൽ ഈ ചിത്രം കളിച്ചത്. മലയാള സിനിമയുടെ സർവകാല റെക്കോർഡ് ഓപ്പണിംഗ് ആയിരുന്നു 2021 മരക്കാറിലൂടെ മോഹൻലാൽ സ്വന്തമാക്കിയത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ഈ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ 48.80 കോടി രൂപയാണ് സ്വന്തമാക്കിയത്. മരക്കാർ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 22.40 കോടി രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യ ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് 3,50,00,000 രൂപയും മാത്രമാണ് സ്വന്തമാക്കിയത്. ഓവർസീസ് മാർക്കറ്റിൽ ഏതാണ്ട് $3.11 മില്യൺ സ്വന്തമാക്കിയത്. ഡിസാസ്റ്റർ സ്റ്റാറ്റസ് ആണ് മരക്കാറിന് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് നേടിയ ചിത്രം കൂടിയായിരുന്നു മരക്കാർ അറബിക്കടലിന്റെ സിംഹം. 9ാം സ്ഥാനത്തുള്ളത് പ്രിയദർശൻ തന്നെ സംവിധാനം ചെയ്ത ഒപ്പമാണ്. 2016 പുറത്തിറങ്ങിയ ഈ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 51.25 കോടി രൂപയാണ് സ്വന്തമാക്കിയത്. ദൃശ്യത്തിന് ശേഷം 50 കോടി ക്ലബിലെത്തിയ മോഹൻലാൽ ചിത്രമാണ് ഒപ്പം. മോഹൻലാൽ അന്ധനായി അഭിനയിച്ച ഈ ചിത്രത്തിന് ഗംഭീര വരവേൽപ്പാണ് തിയേറ്ററിൽ ലഭിച്ചത്. ചെറിയ ഹൈപ്പിൽ റിലീസ് ചെയ്ത ചിത്രം ഓണക്കാലത്ത് ഗംഭീര അഭിപ്രായം നേടി വമ്പൻ കളക്ഷനിലേക്ക് പോവുകയായിരുന്നു. പുലിമുരുകൻ റിലീസ് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ ഇതിൽ കൂടുതൽ കളക്ഷൻ ഈ ഒരു മോഹൻലാൽ ചിത്രം നേടിയെടുത്തേനെ. ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നേട്ടമുണ്ടാക്കാനായി എന്നതിനപ്പുറത്തേക്ക് മോഹൻലാലിന്റെ പ്രകടനത്തിനും വലിയ രീതിയിലുള്ള കയ്യടികൾ ലഭിച്ചു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് 35 കോടിയോളം രൂപയാണ് ഒപ്പം സ്വന്തമാക്കിയത്. 8ാം സ്ഥാനത്തുള്ളത് ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത ഒടിയനാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹൈപ്പിൽ റിലീസ് ചെയ്ത ഈ ചിത്രത്തിന് വളരെയധികം മോശം പ്രതികരണമാണ് പ്രേക്ഷകർക്കിടയിൽ നിന്ന് ലഭിച്ചത്. എങ്കിലും ഇനീഷ്യൽ റെക്കോർഡിന്റെ ബലത്തിലാണ് ചിത്രം വമ്പൻ കളക്ഷൻ നേടിയെടുത്തത്. 2018 ക്രിസ്മസ് സീസണിൽ തിയേറ്ററിലെത്തിയ ഈ ചിത്രം ഒരു മലയാള സിനിമയ്ക്ക് നാളിന്ന് വരെ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഹൈപ്പാണ് ലഭിച്ചത്. കേരള ബോക്സ് ഓഫീസിൽ റെക്കോർഡ് ഓപ്പണിംഗ് കളക്ഷൻ നേടിയിരുന്നു. ആഗോള ബോക്സ് ഓഫീസിലും റെക്കോർഡ് ഓപ്പണിംഗ് ആണ് ഒടിയൻ നേടിയത്. ഏതാണ്ട് 18 കോടിയോളം രൂപയാണ് ഒടിയൻ ആദ്യ ദിനത്തിൽ സ്വന്തമാക്കിയത്. ആഗോള ബോക്സ് ഓഫീസിൽ ആദ്യ വീക്കെൻഡിൽ തന്നെ ഏതാണ്ട് 37 കോടിക്ക് മുകളിലാണ് ചിത്രം നേടിയെടുത്തത്. ഫൈനൽ കളക്ഷനിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് 29.20 കോടി രൂപയാണ് നേടിയത്. റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് 7.90 കോടി രൂപയും ഓവർസീസ് മാർക്കറ്റിലും മികച്ച കളക്ഷൻ ഒടിയൻ ആദ്യ വീക്കെൻഡിൽ നേടിയിരുന്നു. ഫൈനൽ കളക്ഷൻ $2.40 മില്യൺ. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മോഹൻലാൽ സിനിമകളിൽ 7ാം സ്ഥാനത്തുള്ളത് 2013 റിലീസ് ചെയ്ത ദൃശ്യമാണ്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് 63.80 കോടി രൂപയാണ് 2013 ദൃശ്യം വാരിക്കൂട്ടിയത്. ചെറിയ ഹൈപ്പിൽ റിലീസായ ഈ ചിത്രം 2013 ഡിസംബറിലാണ് തിയേറ്ററിലെത്തിയത്. ക്രിസ്മസ് കാലത്ത് ഗംഭീര കളക്ഷനുമായി ചിത്രം മുന്നേറുകയായിരുന്നു. ഒരു മലയാള സിനിമയ്ക്ക് നേടാവുന്ന മാക്സിമം കളക്ഷനാണ് ആ സമയം ദൃശ്യം നേടിയെടുത്തത്. കളക്ഷനിൽ മാത്രമല്ല മികച്ച അഭിപ്രായങ്ങൾ നേടിയും ചിത്രം തരംഗം സൃഷ്ടിച്ചു. മലയാള സിനിമയുടെ വാണിജ്യ വിജയങ്ങളിൽ സർവകാല റെക്കോർഡ് തീർത്താണ് ദൃശ്യം തിയേറ്റർ വിട്ടത്. പല ഭാഷകളിലേക്കും റീമേക്ക് ചെയ്തു പോയ ദൃശ്യം ഇപ്പോഴും മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രങ്ങളുടെ കൂട്ടത്തിലാണ്. ദൃശ്യത്തിന്റെ 3ാം പതിപ്പ് ഈ വർഷം ഏപ്രിൽ 2 തിയേറ്ററിലെത്തുകയാണ്. ജിത്തു ജോസഫ് ഒരുക്കിയ ദൃശ്യത്തിന്റെ 2ാം ഭാഗം OTT-യിലായിരുന്നു റിലീസ് ചെയ്തത്. നിലവിൽ 2026 നിന്ന് റിലീസാവാൻ പോകുന്ന മലയാള സിനിമകളിൽ ഏറ്റവും ഹൈപ്പുള്ള സിനിമയും ദൃശ്യം 3 ആണ്. എന്തായാലും ആശീർവാദ് സിനിമാസിന്റെ നിർണായകമായ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ദൃശ്യം. മോഹൻലാലിന്റെ കരിയറിലെയും നിർണായക ചിത്രങ്ങളിൽ ഒന്നായി ദൃശ്യം മാറിയിരുന്നു. കളക്ഷനിൽ 6ാം സ്ഥാനത്തുള്ളത് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഹൃദയപൂർവ്വം. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ ചിത്രം നിർമ്മിച്ചത്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് 75.60 കോടി രൂപയാണ് ഹൃദയപൂർവ്വം സ്വന്തമാക്കിയത്. ഒരു ഫീൽ ഗുഡ് ജോണറിൽ എത്തിയ സിനിമ ഓണക്കാലത്ത് തിയേറ്ററിൽ നിന്ന് മാക്സിമം കളക്ഷൻ നേടുകയായിരുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് 42.20 കോടി രൂപയാണ് ചിത്രം സ്വന്തമാക്കിയത്. റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് 4 കോടിക്ക് മുകളിലും ചിത്രം സ്വന്തമാക്കി. ഓവർസീസ് മാർക്കറ്റിലും മികച്ച പ്രകടനമാണ് ഹൃദയപൂർവ്വം നടത്തിയത്. $3.32 മില്യൺ ഹൃദയപൂർവ്വം സ്വന്തമാക്കിയത്. 5ാം സ്ഥാനത്തുള്ളത് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നേരാണ്. 2023 ഡിസംബർ കാലത്ത് തിയേറ്ററിലെത്തിയ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തത് 85.70 കോടി രൂപയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 47.73 കോടി രൂപ നേടിയ ചിത്രം വലിയ ഹിറ്റായി മാറുകയായിരുന്നു. ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് ആണ് ചിത്രം നേടിയെടുത്തത്. റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്നും ഏതാണ്ട് 6 കോടിക്ക് അടുത്ത് ചിത്രം കളക്ട് ചെയ്തു. ഓവർസീസിൽ നിന്ന് $3.90 മില്യൺ ചിത്രം കളക്ട് ചെയ്തു. ഒരു കോർട്ട് റൂം ഡ്രാമ ജോണറിലെത്തിയ ഈ ചിത്രം അത്ഭുതപ്പെടുത്തുന്ന കളക്ഷനാണ് നേടിയത്. ഈ ഒരു ജോണറിൽ വന്ന മലയാള സിനിമയ്ക്ക് നേടാവുന്ന ഏറ്റവും വലിയ കളക്ഷനാണ് ചിത്രം നേടിയെടുത്തത്. കേരള ബോക്സ് ഓഫീസിലും ഓവർസീസ് മാർക്കറ്റിലുമൊക്കെ വലിയ രീതിയിലുള്ള കളക്ഷനാണ് നേടിയത്.
ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മോഹൻലാൽ ചിത്രങ്ങളിൽ നിലവിൽ 4ാം സ്ഥാനത്തുള്ളത് ലൂസിഫർ ആണ്. 2019 പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഈ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആ സമയം നേടിയത് 128.40 കോടി രൂപയാണ്. മലയാളത്തിന്റെ രണ്ടാമത്തെ 100 കോടി ചിത്രമായിരുന്നു ലൂസിഫർ. ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് അഭിനേതാവ് കൂടിയായ മുരളി ഗോപിയാണ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തത് 66.10 കോടി രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് 12 കോടിക്ക് മുകളിൽ ഈ ചിത്രം നേടിയെടുത്തു. ലൂസിഫർ അത്ഭുത കളക്ഷൻ നേടിയത് ഓവർസീസ് മാർക്കറ്റിലായിരുന്നു. ഒരു മലയാള സിനിമയ്ക്ക് ഓവർസീസ് മാർക്കറ്റിൽ നിന്ന് നേടിയെടുക്കാവുന്ന ഏറ്റവും വലിയ കളക്ഷനാണ് ലൂസിഫർ നേടിയെടുത്തത്. ലൂസിഫറിന്റെ സർവ്വകാല റെക്കോർഡ് നേട്ടമായിരുന്നു ഓവർസീസ് ബോക്സ് ഓഫീസിൽ ഉണ്ടായിരുന്നത്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ലൂസിഫറിന്റെ ഓവർസീസ് കളക്ഷൻ തകർക്കപ്പെട്ടത്. ആ ഒരു സമയത്ത് $7.17 മില്യൺ ഓവർസീസ് മാർക്കറ്റിൽ നിന്ന് ലൂസിഫർ സ്വന്തമാക്കിയത്. കളക്ഷനിൽ 3ാം സ്ഥാനത്തുള്ളത് 2016 പുറത്തിറങ്ങിയ പുലിമുരുകനാണ്. മലയാള സിനിമയിലെ സർവ്വകാല റെക്കോർഡ് വിജയം നേടിയ ചിത്രമായിരുന്നു പുലിമുരുകൻ. വൈശാഖ് സംവിധാനം ചെയ്ത ഈ ആക്ഷൻ ത്രില്ലർ ചിത്രം നിർമ്മിച്ചത് ടോമിച്ചൻ മുളകുപാടമായിരുന്നു. മലയാള സിനിമയിൽ അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാതരം ബോക്സ് ഓഫീസ് റെക്കോർഡുകളും മറികടന്ന ചിത്രമായിരുന്നു പുലിമുരുകൻ. ബോളിവുഡിന്റെ ആദ്യത്തെ 100 കോടി ചിത്രമായി പുലിമുരുകൻ മാറിയിരുന്നു. കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ചിത്രം ആ ഒരു സമയം നേടിയെടുത്തത് 85.10 കോടി രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും ഇൻഡസ്ട്രി ഹിറ്റായ പുലിമുരുകൻ റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് നേടിയെടുത്തത് 20 കോടിക്ക് മുകളിലാണ്. ഓവർസീസ് മാർക്കറ്റിൽ നിന്ന് 2016 $5.78 മില്യൺ പുലിമുരുകൻ നേടിയത്. പിന്നീട് ലൂസിഫർ പുലിമുരുകന്റെ ഓവർസീസ് കളക്ഷൻ മറികടന്നുവെങ്കിലും കേരള ബോക്സ് ഓഫീസിലെ കളക്ഷൻ മറികടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പുലിമുരുകൻ എല്ലാതരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ചിത്രമായിരുന്നു. പുലിമുരുകന്റെ സർവ്വകാല റെക്കോർഡ് മറികടക്കാൻ കഴിഞ്ഞത് 7 വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്തൊരു മലയാള ചിത്രത്തിന് മാത്രമാണ്. അത് തന്നെ പുലിമുരുകന്റെ വലുപ്പം മനസ്സിലാക്കി തരുന്നു. മലയാള സിനിമയുടെ വാണിജ്യ വിജയങ്ങളിൽ ഏറ്റവും കൂടുതൽ തിളക്കമുള്ള വിജയങ്ങളിൽ ഒന്നാണ് പുലിമുരുകന്റേത്. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മോഹൻലാൽ ചിത്രങ്ങളിൽ 2ാം സ്ഥാനത്തുള്ളത് 2025 പുറത്തിറങ്ങിയ തുടരുമാണ്. തരുൺമൂർത്തി സംവിധാനം ചെയ്ത ഈ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് 233.61 കോടി രൂപയാണ്. രജപുത്ര രഞ്ജിത്ത് നിർമ്മിച്ച ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് 118.90 കോടി രൂപയാണ് തുടരും വാരിക്കൂട്ടിയത്. റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും വലിയ രീതിയിൽ കളക്ഷൻ നേടിയിരുന്നു ചിത്രം. ഏതാണ്ട് 20 കോടിയോളം റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് നേടിയെടുത്തു. ഓവർസീസ് മാർക്കറ്റിൽ നിന്ന് $11.06 മില്യൺ തുടരും വാരിക്കൂട്ടിയത്. 2025 ഏപ്രിൽ അവസാനമായിരുന്നു ഈ ചിത്രം തിയേറ്ററിലെത്തിയത്. മോഹൻലാലിന്റെ ആദ്യത്തെ 200 കോടി ചിത്രമായിരുന്നു തുടരും. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മോഹൻലാൽ ചിത്രങ്ങളിൽ നിലവിൽ 1ാം സ്ഥാനത്തുള്ളത് എമ്പുരാനാണ്. 265.50 കോടി രൂപയാണ് 2025 മാർച്ച് അവസാനം തിയേറ്ററിലെത്തിയ ഈ ചിത്രം സ്വന്തമാക്കിയത്. ട്രെൻഡ് സെറ്ററായി മാറിയ ലൂസിഫറിന്റെ 2ാം ഭാഗമായാണ് എമ്പുരാൻ തിയേറ്ററിലെത്തിയത്. മുരളി ഗോപിയുടെ രചനയ്ക്ക് പൃഥ്വിരാജാണ് ചിത്രം സംവിധാനം ചെയ്തത്. പൃഥ്വിരാജ് മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്ത 3ാമത്തെ ചിത്രമായിരുന്നു എമ്പുരാൻ. ആഗോള ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ നേടിയ ചിത്രം ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരുന്നു. കേരള ബോക്സ് ഓഫീസിൽ ചിത്രം ഏതാണ്ട് 85 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തത്. ഓവർസീസ് മാർക്കറ്റിൽ എമ്പുരാൻ സർവ്വകാല റെക്കോർഡായി. നിലവിൽ മലയാള സിനിമയുടെ ഓവർസീസ് ഇൻഡസ്ട്രി ഹിറ്റ് എമ്പുരാനാണ്. ഏതാണ്ട് 144 കോടിയോളം രൂപയാണ് എമ്പുരാൻ ഓവർസീസ് മാർക്കറ്റിൽ നിന്ന് നേടിയെടുത്തത്.